ഹായ് എവരിവൺ, ഇന്ന് ഞങ്ങൾ മാണിക്കത്ത് ഇവൻസിൻ്റെ സീസൺ 2 വിന്നേഴ്സിൻ്റെ കൂടെയാണ്. ഞങ്ങളുടെ വിന്നേഴ്സായിട്ടുള്ള 4 പേര് ഞങ്ങൾ കൂടെയുണ്ട്. സീസൺ 2 വിന്നറായ ശില്പ നായർ, ഫസ്റ്റ് റണ്ണർ റിയ, സെക്കൻഡ് റണ്ണർ അന്നംബ്യ, തേർഡ് റണ്ണറായിട്ടുള്ള റോമിയോ സാറാബ്രാൻ. ബേസിക്കലി നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ ക്രൗഡ്, ഈ ഒരു കോമ്പറ്റീഷനിലുള്ള പ്രിപ്പറേഷനും അതിനുശേഷമുള്ള കാര്യങ്ങളും, ഒരു അൺഫിൽറ്റഡ് ടോക്സ്. അപ്പോൾ എല്ലാവർക്കും സാർ. അപ്പോൾ ശില്പ നായർ, കൺഗ്രാലേഷൻ. താങ്ക് യു. സീസൺ 2 വിന്നർ. ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാം അറിയാം. കുറച്ചുകൂടി കൂളായിട്ട് ഞങ്ങളോട് ആ ഒരു പ്രിപ്പറേഷനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വെൽ ഡെഫിനറ്റ്ലി ഞാനതിന് ഈ ഷോന് കമ്മിറ്റ് ചെയ്തത് എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് മെയ് എൻഡ് ആയിട്ടായിരിക്കണം 2025. ഐ ഡിഡ് കമലിന്റെ ഫസ്റ്റ് ഷോ ആയിട്ടുണ്ടായിരുന്ന സാസി ബോണ്ട് 2025 സീസൺ 1 ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞാൻ. അത് എനിക്കൊരു ഓപ്പണിംഗ് ഡോർ ആയിരുന്നു. ഇറ്റ് വാസ് എൻ ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എ മലയാളി പേജന്റ് in the UK is like. I got several grooming sessions. I made a lot of connections. I went through a lot of preparations, like, mentally, physically, trying to groom myself for the show, maintain a lot of discipline. That includes in every field, like bringing dietary discipline, നമ്മുടെ പോസ്റ്റേഴ്സ് കറക്ഷൻ. ഞാൻ കുറേയും കൂടെ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് ഗ്രൂമിങ് മൈ സെൽഫ്. കണ്ണാടി നോക്കി സംസാരിക്കുക, how do you behave in front of the audience, how do you hold a mic with confidence, how do you maintain eye contact, how do you talk to people, how do you interact with the audience. പിന്നെ ഈവൻ നമ്മൾ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പം നമ്മളിടുന്ന കോസ്റ്റ്യൂം when it gets into the stage, അതൊരു ലൈറ്റിലെത്തുമ്പം അത് എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, how will it make you shine on the stage. I read a lot of articles, books, a lot of pageantry win ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് I interacted. It helped me build myself into a better human being. More than a competition, I thought it as a mentoring opportunity to get myself out there. ഒരുപാട് contacts ഉണ്ടായിരുന്നു who at several stages tried keep pushing me. അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മേഡ് എ ലോട്ട് ഓഫ് കണക്ഷൻസ്, ലോട്ട് ഓഫ് പോസിറ്റീവ് മെന്ററിങ് കണക്ഷൻസ് കിട്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഇസ് ഡെഫിനറ്റ്ലി മൈ ഹസ്ബൻഡ്, whom I can't continue without mentioning. He was the one who 1,000 times ഞാൻ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം, like what am I going to get from this? Is it supposed to bring something good to me? Is it something that I would 10 years from now look back and say, you know what, I did that, and തോന്നുന്ന ഒരു മൊമെന്റ് എനിക്ക് ഉണ്ടാവുമോ എന്ന് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. I had those things in my mind. But I think for everybody who is out there, when opportunity comes, try and go grab it എന്നായിരിക്കും ഞാൻ എപ്പോഴും പറയാ. Because not everybody can be a winner, but you bring yourself out of that shell. അതൊരു ഭയങ്കര വലിയൊരു സംഭവമാണ് at any point in life. So being a crown winner ഉപരി being a true ശില്പ to myself ആണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സന്തോഷം. വളരെ ചെറിയ ഒരു 2 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ എത്ര എഫോർട്ട് ഉണ്ട്, എത്ര നാളത്തെ പ്രയത്നം ഉണ്ടെന്നുള്ളതൊക്കെ ഒരു നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഈ പെജൻട്രി എന്ന് പറയുമ്പോൾ ആ ഒരു ജേണി, അതൊരു നമ്മളതിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്. ഒരുപാട് സന്തോഷം. വൺസ് അഗെയിൻ ഞങ്ങളുടെ സീസൺ 2 വിന്നറായാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ഡോക്ടർ റിയ, ഫസ്റ്റ് റണ്ണർ, ഒരുപാട് സന്തോഷം. റിയ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ട മാനിക്കത്ത് ഇവന്റ്സിന്റെ വർക്കിംഗ് മോം ഓഫ് ദ ഇയർ വിന്നറായിരുന്നു. നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ റൗണ്ട് 2 മൂവി റിക്രിയേഷൻ റൗണ്ടിൽ കണ്ണിനെ മോത്തിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വെൽ അപ്രീഷിയേറ്റഡ് ആണ്. അതിനുള്ള പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഓവറോൾ പ്രിപ്പറേഷനെ പറ്റിയിട്ട്. അപ്പം ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ പറയാം. ഞാൻ കമ്പനി ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതും നമ്മുടെ സാസി ബോണ്ട് വേർ വാസ് ഗിവൻ ദ അവാർഡ് ഓഫ് ബെസ്റ്റ് വർക്കിംഗ് മോം ഓഫ് ദ ഇയർ.
അതിൻ്റെ one of the happiest moment in my life ആയിരുന്നു. Um, because of many reasons. Because post divorce, getting best working mom of the year in the പറയുന്നത്, it's one of the greatest achievement in my life, to be honest. പിന്നെ എനിക്ക് ആ പ്രോഗ്രാമാണ് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതും. ഐ ഹേർഡ് അബൌട്ട് യു, ഹാവ് ഗോൺ ത്രൂ യുവർ പ്രീവിയസ് സീസൺസ് ഒക്കെ. അപ്പം നിങ്ങളുടെ മിസ്സസ് മലയാളി സീസൺ 2 വന്നപ്പം ദാറ്റ് ഈസ് വൺ ഐ റിയലി വാണ്ടഡ് ടു ജോയിൻ സംതിങ് ഇൻ UK. ഇതിനു മുന്നേ തന്നെ UK പല പേജന്റ് ഷോസ് അപ്രോച്ച് ചെയ്തപ്പോൾ പോലും ഐ വാണ്ടഡ് ടു do a pageant show which I feel most comfortable and best to be with. Bhavandana Kamal, I think I was your first contestant for your show as for your Mrs. Malayali and about the second round, Kangana Ranaut, actually അത് ഒരുപാട് ആലോചിച്ച് എടുത്ത ഒരു ഇതാണ്. And it was quite very very challenging for me because I don't look at all like Kangana Ranaut. She has got curly hair, her stature is different, so it was very very challenging for me. When I asked you, you were also like very motivating. Okay, why did you do that, Riya? When I discussed with my very close friends who's in Manchester, they were also like, Riya, you can do it. Angane first karyam thottane from preparation, it was quite at the last moment aanu ee character round ഞാൻ prepare ചെയ്തത്. But last 2 weeks I really worked hard. And a choreographer and a friend in the mall who's called Navami Sarish. So she's the one who taught me all the post. Shruti Sarish Namal Navami. She's the one who did the choreography. About the costume, and in the last 2 weeks after that, I really got panicked. And when I asked you, you suggested about your brand, and then I went to your page and I was like, why not? I gave Sausika this chance. And our last 2 weeks, I gave you all the measurements, and the dress came the day before. And when I put, I can't still forget that moment when I put that dress. It was just perfect to my size, and when I looked myself in the mirror, though I was not looking like Kangana Ranaut, but the costume was perfect. And I think I did quite well for the second round. I was very well appreciated by all the people, by all the audiences there, as well as all my friends as well. So yeah, it was quite, and winning the first runner-up was a heartfelt and grateful moment in my life. So thanks, Manickath Events. Thank you. അതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം വെച്ചാൽ നന്നായിട്ട് സംസാരിച്ചു. നമ്മളുടെ ഫസ്റ്റ് ഒരു ഇൻട്രോ ഷൂട്ട് ഉണ്ടായിരുന്നില്ലേ, അത് കുറച്ച് ഷൂട്ടിൽ കയറി അനുഭവമാണ്. പിന്നെ പ്രത്യേകിച്ച് സ്വാസിക എടുത്ത് സ്റ്റേജിൽ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായി. ഭയങ്കര സന്തോഷം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത മൂവി ക്യാരക്ടർ വേറെയായിരുന്നു, പിന്നെ നിങ്ങളത് മാറ്റി. ദേവാസുരത്തിലെ രേവതി ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ അതിനുശേഷം ലൈവിലാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതിനെപ്പറ്റി, അതുപോലെ തന്നെ നമ്മളിപ്പോൾ അതിലുള്ള അതിലോട്ടുള്ള പറയാനുള്ള ഒരു മെസ്സേജ്. First of all, thank you very much, Kamal, because ഞാൻ ഈ season 2 പോസ്റ്റ് കണ്ടപ്പം I actually approached you because there was an opportunity for dance, for a dance group, because I have a dance group. So I thought, oh, that would be a good opportunity, to perform in a big platform. Okay, I contacted you and I said, why not? We would love to do that. And then of course you discussed with me into a pageant for Mrs. and why not go for it as well. So for me, it was, I would say, out of comfort zone, because for me dance is, coming natural. But then of course yourself and that two friends because one of them have already participated in the pageant. Why not try this? Then I thought, let me go for it, because one of the things that really captured me was the creative round. A creative round, I was like, wow, this is a pageant illa. So I thought, why not? But again, it was a challenge, because by the time I joined the pageant, it was around midsummer, June, July. When I asked you, the creative round, I think you said
there are these characters, but all of those characters are taken. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഐ ഇനിഷ്യലി took this character of ബാഹുബലിയിലെ ദേവസേന. But for me, my thing is ഞാൻ എന്ത് ക്യാരക്ടർ എടുത്താലും I just want to give 100%. I was so confused, what should I do? There are these 3 scenes which I can recreate. But because of the time limit, I was like, okay. അങ്ങനെ ഒന്ന് ചിന്ത വിഷയം ഇരിക്കുമ്പോഴാണ് I came to know there is this other role. നമ്മുടെ ഭാനുമതി from ദേവസ്വരം was available. At the I was like, I definitely would like to go for it. As a dancer, I thought I think I can just give my shot for it. I think that was the best thing for me, to be able to do that. And I think I gave my full, because the kind of reaction from the audience that I received was literally, I think I was a bit shocked. Exactly, yeah. I was really shocked because our program കഴിഞ്ഞപ്പം 2-3 friends വന്നു പറഞ്ഞു, you did it really well. അപ്പോഴും നമ്മൾ അറിയുന്നില്ല അതിന്റെ ഇമ്പാക്ട്. But when you see the videos after that, you're like, wow, okay, it's done its justice. അപ്പോൾ ആ രീതിയിലായിരുന്നു. So that was there. And then സ്വാസികയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ സ്വാസികയുടെ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ട് when we were in the green room, one of our co-contestants said that, oh, there's a talk that Swastika mentioned your name. Maybe it's just a joke. And but no, it was in reality. Exactly, I think that's what happened. So Pulikari asked on the way your scene recreation Kani, and the fact that she mentioned, I really truly feel blessed, because I think to come from another artist, appreciation means a lot. So I really feel good about it. And regarding many more seasons to come, I think, like I said earlier as well, Manickath Events pageant, it's not like any other normal pageant. That's what I have felt always. It adds more creativeness to it. I feel it always pushes you to do extra rather than just the normal fashion pageant kind of thing. And people who have that talent, or people who want to challenge themselves, I think this is the right pageant to go for. So definitely, I would always recommend others to join this pageant and give it a go. റോമിയ സാറ ബ്രാവ് ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു പാവ ആളെപ്പോലേക്ക് വന്നു. പക്ഷെ ഓരോരോ നമുക്ക് ട്രെയിനിങ് സെഷനിലൊക്കെ നന്നായിട്ട് പ്രശംസയൊക്കെ അറിയിക്കാൻ പറ്റി. അതുപോലെ തന്നെ റൗണ്ട് 2 ഒരു മുറി വന്നപ്പോൾ ആൾക്കാർ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പൊതുവെ ഓവറോൾ ഇതിലൊരു ജേണി, ഇതിൽ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചലഞ്ചസ് ഉണ്ടായിരുന്നു, അതുപോലെ റൗണ്ട് 2 പ്രിപ്പറേഷൻസ് പ്രത്യേകിച്ച് അതൊക്കെ ഉണ്ട്, ഞങ്ങളോട് ഷെയർ ചെയ്യാം. ഷുവർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ട് ഇതിനു വേണ്ടി റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഈ പോസ്റ്റർ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടാണ് കണ്ടത്. സോ മനീഷ, അവള് മിസ്സിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അത് ഞാൻ ചേർന്ന് കുറേ മോട്ടിവേറ്റ് ചെയ്ത അവളെ. പക്ഷെ എനിക്കിതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ഇങ്ങനെ ഷോ ചെയ്യണം, എനിക്ക് എന്തെങ്കിലും പേജൻ ഷോ ചെയ്യണം, ഡാൻസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ട്രെയിൻ ഡാൻസർ ആണോ? ഞാൻ ഒരു 5 വയസ്സിൽ ഇങ്ങനെ നമ്മൾ കുഞ്ഞിലിരിക്കുമ്പോൾ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഇതിലൊക്കെ ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ എൻ്റെ പേരൻസ് എന്നെ കൊണ്ട് ചേർത്തു. പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഭരതനാട്യത്തിനാണ് ചേർത്തത്. സോ 5 വയസ്സിൽ ഞാൻ ചേർന്നു. അതെനിക്ക് മൾട്ടിപ്പിൾ ബ്രേക്സ് ഉണ്ടായി. ഒരിക്കലും എനിക്ക് അരങ്ങേറ്റം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യണ സമയത്താണ് ഒരു 3 months പോകാൻ പറ്റി. അപ്പോഴും ഓരോ പ്രശ്നങ്ങളായിരുന്നു, അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്കൊരിക്കലും ചെലങ്കി അണിഞ്ഞൊരു സ്റ്റേജിൽ അത് ആ ഒരു ഭരതനാട്യത്തിൻ്റെ ഫുൾ കോസ്റ്റ്യൂം ഇട്ട് ചിലങ്കി അണിഞ്ഞ് അതെൻ്റെ ഒരു ഡ്രീമാണ്. എന്നത് സഫലീകരിക്കും എന്നൊരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോ മൂലം എനിക്ക് ശരിക്കും ഞാൻ എല്ലാവരോടും പറഞ്ഞ എൻ്റെ അരങ്ങേറ്റമാണ്. അതെനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടൊരു സംഭവമായിരുന്നു അതിൽ വന്നതും. പിന്നെ എനിക്ക് പേജൻ്റായിട്ടും ഫാഷൻ ഷോ പരമായിട്ടും ഒരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഫോട്ടോസ് അയച്ചു തന്നു. എൻ്റെ ഇൻസ്റ്റാ പേജ് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ ഫാമിലിയുടെ ഫോട്ടോസ് എനിക്ക് പിന്നീട് ഒരു കാലത്ത് നോക്കുമ്പോൾ ഓക്കെ എൻ്റെ മൊമെൻറ്റ്സ് എനിക്ക് കാണണം. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാലത്ത് ഫോൺ നമ്മൾ ചിലപ്പോൾ മാറുമായിരിക്കും, ഫോട്ടോസ് നമ്മൾ മാറുമായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് എനിക്ക് മൊമെൻറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇൻസ്റ്റാ അക്കൗണ്ട്, അതിലധികം ഫോളോവേഴ്സ് ഇല്ല, പോസ്റ്റും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോഴേ ആദ്യം പറഞ്ഞായിരുന്നു എൻ്റെ അത്ര ആക്റ്റീവ് അക്കൗണ്ടൊന്നും അല്ല, കുറച്ച് പോസ്റ്റൊക്കെ ഉള്ളൂ.
അപ്പോൾ കമൽ എന്നോട് ആദ്യം പറഞ്ഞ ആ ഒരു ഇത് എനിക്ക് ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. സോ എനിക്കതൊരു പ്രശ്നമായിരുന്നു, ആരോടെങ്കിലൊക്കെ പറയുക, ചെന്ന് മിണ്ടുക. എനിക്ക് സോഷ്യലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്കൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര പെർഫെക്റ്റായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ കമൽ പറഞ്ഞു കുഴപ്പമില്ല, അതിൽ വിഷയമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അയച്ചു തന്ന് സെലക്ട് ആകുമെന്ന് പറഞ്ഞു. ഇങ്ങനെ റൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിൽ പ്രത്യേകിച്ച് മൂവി ക്യാരക്ടർ റൗണ്ടെന്ന് പറഞ്ഞൊരിതുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോൾ നമ്മളെന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയും ഗ്രൂമിങ്ങിൻ്റെ സമയത്താണെങ്കിലും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ 2 ക്യാരക്ടേഴ്സാണ് എൻ്റെ മൈൻഡിൽ ആദ്യം വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളൊരു ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോൾ നമ്മളെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളെ കുറച്ചെങ്കിലും ഒരു സിമിലാരിറ്റി, മൊത്തത്തിലല്ല എന്നാലും കുറച്ചെങ്കിലും ഒരു സിമിലാരിറ്റി വെച്ച് നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ ഏത് മലയാളി ക്യാരക്ടർ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ തോന്നിയതാണ് നാഗവല്ലി. കമൽ എന്നോട് ഓരോ ഇൻഫർമേഷനും നാഗവല്ലിയെ പോലത്തെ ക്യാരക്ടേഴ്സ് അതാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നിങ്ങനെ ആദ്യം ഫസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു. ഇങ്ങനെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് നമ്മൾ പോർട്രേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നാഗവല്ലി ചെയ്ത് നോക്കിക്കൂടാ, എനിക്ക് എന്നെ കൊണ്ട് പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെയും ഡൗട്ടായിരുന്നു കോസ്റ്റ്യൂം എന്താകും. അപ്പോൾ പിന്നെയും ഞാൻ ചോദിച്ചാൽ പറഞ്ഞു കോസ്റ്റ്യൂം ഇന്ന ആളെ സമീപിച്ചാൽ മതി, നമുക്ക് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റാവും. പിന്നെ മൂവി ഡയലോഗ്, എനിക്ക് ഓൾറെഡി 3 കുഞ്ഞു പിള്ളേരുണ്ട്. ഞാൻ 4 മാസം പോസ്റ്റ്മോർട്ടമായിട്ടിരിക്കുമ്പോഴാണ് കമലിനെ അപ്രോച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്നെക്കൊണ്ട് ഇത് ചെയ്ത് തീർക്കാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ, പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടുമോ, എല്ലാം ഭയങ്കര ടഫായിരുന്നു. പിള്ളേരെ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് അവർ ഉറങ്ങുന്ന കുറച്ച് സമയം ഉണ്ടാവും, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യുന്നൊരു സമയം ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡയലോഗ് ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണാടി നോക്കി ചിലപ്പോൾ നമ്മൾക്ക് അത് പ്രൈവറ്റായിട്ടൊരു സമയം കിട്ടില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂമിങ് ടീമായിരുന്നു സത്യം പറഞ്ഞാൽ കിട്ടിയത്. നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെയാണ്, നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യണോ, നിങ്ങളുടെ മ്യൂസിക് ഇതാക്കി തരണോ, എല്ലാം സപ്പോർട്ടിങ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ എന്നെ ഇങ്ങനൊരു ഷോയിൽ എടുത്തതും. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് എനിക്ക് ഈ ഒരു ടൈറ്റിൽ കിട്ടിയതിന് തന്നെ. കാരണം ഒരുപാട് ആൾക്കാർ മാരേജ് കഴിഞ്ഞ് മദർഹുഡ് എൻ്റർ ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് അവിടെ നിന്ന് പോവുകയാണ്, പിന്നീട് അവർക്കൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ കണ്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആയി ഇതിലേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അത് ഒരുപാട് പേര് ഈ ക്യാരക്ടർ കണ്ടു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് അറിയുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷം. അനു പറഞ്ഞ പോലെ തന്നെ എന്നോട് ഞാൻ ഈ ഷോ കഴിഞ്ഞ് തീർന്നപ്പോൾ വന്നു സ്വാസിക പറഞ്ഞല്ലോ. അപ്പം ഞാൻ സ്വാസിക എന്നെ പറ്റിയല്ല അനുവിനെ പറ്റിയായിരിക്കും പറഞ്ഞത്. പിന്നെ ഞാൻ വീട്ടിൽ പോയി വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഓക്കെ എന്നെ ആൾക്കാർ കണ്ടറിഞ്ഞ് തുടങ്ങി. സോ ഞാൻ ഒരു ഇത് ഷാഡോ ആയി പോവല്ല, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ടീം മാനിക്കത്ത് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടീമാണ്. എല്ലാവരും നമുക്കിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടെയില്ല, പക്ഷെ എന്നാലും ഒരു ടീം വർക്കാണ് എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ സപ്പോർട്ട്. അത് ഒരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു. അതിൽ പ്രത്യേകിച്ച് ആക്സെന്റിൽ ആ ഫേസിൽ വല്ല എസ്പെഷ്യൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്സ് ഓഫ് ഒരുപാട് അതും ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. എസ്പെഷ്യലി ഗ്രീൻ റൂമിൽ ഞാൻ ഒരുങ്ങി വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടപ്പം ആ സമയത്ത് ലോക ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ എവറിബഡി വാസ് ലൈക്ക് ഓ നീലി ആൻഡ് ഐ വാസ് ലൈക്ക് എന്റെ ഞാൻ ബോർഡ് ഒട്ടിച്ച് വെക്കേണ്ടി വരും, ഞാൻ ഗംഗുബായി ആണ് എന്ന്. പക്ഷെ എനിക്ക് സ്റ്റിൽ ഞാൻ അവിടെ പിടിച്ചു നിന്ന്. ഐ വാസ് ലൈക്ക് ആൾക്കാരൊന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി എനിക്ക് വിഷമമുണ്ട്, ബിക്കോസ് I'm trying to reach out to the audience. If they don't know what character I'm trying to portray, I'm going to be like zero. അല്ലേ? അപ്പോൾ ആ ചാലഞ്ച് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ I'm like no, stay calm ശില്പ, you're going to do it എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. പക്ഷെ എനിക്കിവിടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ആങ്കർ കുട്ടി. She took it in her hands. ഞാൻ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിന്റെ കൂടെ she sang a song. മേരി ജാൻ ആ പാട്ട് പുള്ളിക്കാരത്തി പാടി. I think it was Noah. Yeah. ഞാൻ അതിന് ശേഷം ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടപ്പോൾ ഷീ സെഡ്
ചേച്ചി ഐ എം സോ താങ്ക്ഫുൾ യു ടുക്ക് ദാറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഷീ മെസ്സേജ് മീ. അപ്പമാണ് ഞാൻ എനിക്ക് ഐ തിങ്ക് ലൈക്ക് ഓഡിയൻസിലേക്ക് ആ പാർട്ടൂടെ വന്നപ്പം ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദേ വർ ലൈക്ക് പ്രെപ്ഡ് ടു സീ ഗംഗുബായ് ഓൺ സ്റ്റേജ്. അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് എ വെരി ചലഞ്ചിങ് ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് എംപവർമെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവരെയൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യേണ്ട അവരെ തീർച്ചയായിട്ടും സമൂഹം എങ്ങനെ അവരെ നോക്കി കാണണമെന്ന് നമുക്കറിയില്ല. പക്ഷെ അവരവരെ ജോലി ചെയ്യണം. ആ മൂവിയിലും അവർ പോർട്രേ ചെയ്യുന്ന ഒരു മെസ്സേജും അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തതിലും അത് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തതിലും ഒരുപാട്. And I think നമുക്ക് എല്ലാവർക്കും each other character recreation round കാണാൻ ഭയങ്കര ആഗ്രഹം. Yeah, of course. Because that was only time when we all were standing behind in the curtains and saying, oh, this is how this character is being portrayed. ഭയങ്കര സംഭവമായിട്ടുള്ള ഒരു റൗണ്ട് തന്നെയായിരുന്നു. അതിനെപ്പറ്റി എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു. സോ എനിക്ക് ശരിക്കും നമ്മുടെ റൗണ്ട് സൂപ്പറായിരുന്നു. And even in the green room എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് ആയിരുന്നു. അടി നിനക്ക് സേഫ്റ്റി പിൻ വേണോ, നിന്റെ ഹെയർ ശരിയാണോ, നിനക്ക് ബ്രഷ് ചെയ്യണോ, നിനക്ക് ഓർണമെന്റ്സ് ഇട്ടോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ടു ബി അപ്രീഷിയേറ്റഡ് വെരി മച്ച്. I've done maybe a couple of pageants in the past, and അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് you had a green room full of people who were like just there to help you regardless of everybody is a contestant. എല്ലാവരും contestant ആണ്, എല്ലാവർക്കും അവരുടെ തിരക്കുണ്ട്. പക്ഷെ സ്റ്റിൽ ആ ഒരു മൊമെന്റ് വെയിറ്റ് ചെയ്ത് അയ്യോ ഓക്കെ നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ റീല് വരെ എടുത്തു അവിടെ നിന്ന്. അപ്പൊ അതിൽ കൂടുതൽ സന്തോഷം എന്താണ്? 2025 ഫെബ്രുവരിയിൽ തുടങ്ങിയ പ്രിപ്പറേഷൻ, ഒരുപാട് റിസർച്ചസ്, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു പലരും പേഴ്സണൽ ട്രെയിനിങ് വരെ എടുത്തിട്ട് തോന്നുന്നു, ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവൻ ഏഞ്ചിലൊക്കെ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഫൈനൽ മൊമെൻ്റ് ഉണ്ടല്ലോ സ്റ്റേജിൽ, നിങ്ങളെല്ലാവരും ഈ റിസൾട്ട് അവൈറ്റ് ചെയ്ത് നിൽക്കുന്ന മൊമെൻ്റ് ആരായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം, ആ ഒരു മൊമെന്റിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ദാറ്റ് ഐ ആം ദ വിന്നർ എന്നുള്ള കാര്യം. ഒബ്വിയസ്ലി പങ്കെടുക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ടു ബി ദ ടൈറ്റിൽ വിന്നർ ആൻഡ് ഗെറ്റ് ദ ക്രൗൺ എന്നുള്ള ഒരു ആഗ്രഹം. എൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു ആഗ്രഹം കൂടി ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഐ തിങ്ക് എവർ സിൻസ് ഐ admitted to this big show, my only goal was എനിക്ക് തോന്നുന്നു സാസി ബോണ്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ 2-3 പാജൻസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പങ്കെടുക്കുന്ന എല്ലാവരെയും പോലെ എനിക്കും എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ടു ഗെറ്റ് ദ ക്രൗൺ. എനിക്ക് റിസൾട്ട് അനൗൺസിംഗ് മൊമെന്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വിളിച്ചത് വീണു നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ സൈഡില്, എനിക്ക് റിസൾട്ട് ഞാൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് സൈഡിലുണ്ട്. അപ്പൊ എനിക്ക് പറയണമെന്നുണ്ട് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് അതെന്താ ആ ഒരു മൊമെന്റ് എന്ന് പറയുമോ, കാല് തളർന്ന്. അതെ, അതിപ്പോ വീഡിയോ എനിക്ക് കാണുമ്പോൾ ഐ ഫീൽ വെരി എംബാരസ്ഡ്. പക്ഷെ ആ സമയത്ത് എൻ്റെ കണ്ണിൽ നിന്നൊരു പുക പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ടു ബി റിയലി ഓണസ്റ്റ്. ബിക്കോസ് ഈ പറയുന്ന പോലെ നമ്മുടെ നെഞ്ചിങ്ങനെ കിടന്ന് ഇടിക്കുകയാണ്. ഇതിന് മുന്നൊരു സംഭവം ഉണ്ടായി. ലൈക്ക് ഞാൻ ബാക്ക് സ്റ്റേജ് നിൽക്കുമ്പം, അതായത് നമ്മൾ മിസ്സറുടെ ക്രൗണിങ് സെറമണി നടക്കുമ്പം വിൽ ബി ലൈക്ക് ലൈൻഡ് അപ്പ് ഇൻ ദ ബാക്ക് ഫോർ getting ready to get on stage. അപ്പോൾ I get a message on my phone. It's about like 2 o'clock in the night ആണ് നമ്മുടെ ക്രൗണിങ് സെറമണി നടക്കുന്നത്. It's my message from my husband to say, നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും സാരമില്ല, don't worry, just come back home, relax, okay. അപ്പം ആ നിമിഷം I felt like ഞാനങ്ങനെ മെൽറ്റായി പോകുന്നത് പോലെ ആയി. ബിക്കോസ് യെസ്, ഞാൻ ഒരുപാട് നാളായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. ഹി സീയിങ് ഇറ്റ് ഓൾ ദിസ്, ഹി സീയിങ് ഇറ്റ് വിത്ത് ഹിസ് ഐസ് ആൻഡ് ഹി നോ ഹൗ മച്ച് ഐ എം yearning ഫോർ ദിസ് ക്രൗൺ എന്നുള്ളത് ജയൻ അറിയാം. ആൻഡ് ഒബ്വിയസ്ലി ഹി നോസ് ദാറ്റ് ഐ എം എ വെരി ഇമോഷണൽ പേഴ്സൺ അറ്റ് ഹാർട്ട്. അപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു സീൻ ഉണ്ടാക്കും എന്നുള്ളത് ജയനും അറിയാം. അപ്പം ഹീസ് ട്രൈങ് ടു ലൈക്ക് calm me down before that എന്നുള്ളത്. This is very unfiltered, okay. അപ്പോൾ അപ്പം തേർഡ് റണ്ണറപ്പ് വിളിച്ചു, സെക്കൻഡ് റണ്ണറപ്പ് വിളിച്ചു, ഫസ്റ്റ് റണ്ണറപ്പ് വിളിച്ചു, ഒന്നിലും എൻ്റെ പേരില്ല. അപ്പം ഐ എം ട്രൈങ് ടു ബി ലൈക്ക് ഓക്കെ, ഡോണ്ട് വറി, ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി, ഡോണ്ട് വറി എന്ന് പറഞ്ഞ് ഞാൻ എന്നെ സെൽഫായിട്ട് ഐ എം ട്രൈങ് ടു കാം ഡൗൺ മൈ സെൽഫ്. ബിക്കോസ് ഓക്കെ പോയി, ഇല്ല തേർഡ് റണ്ണറപ്പ് ഇല്ല, സെക്കൻഡ് റണ്ണറപ്പ്, അങ്ങനെയാണ് എൻ്റെ മനസ്സ്. ബിക്കോസ് എനിക്കറിയാം എന്നെക്കാട്ടിലും നല്ല എല്ലാവരും ഈക്വലി പവർഫുൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് എന്ന് എനിക്കറിയാം.
And then obviously RJ bright ആണ്, and you know how he is like, anybody guess, anybody has any clue, audience, ഇതിങ്ങനെ ഒരു അന്ത്യമില്ല, nobody is telling. Yes, he's like, yes, he did. പക്ഷെ ആ ഒരു ലാസ്റ്റ് നമ്മൾ ലേറ്റ് ആയെങ്കിലും ആ ഒരു ലാസ്റ്റ് മൊമെന്റ് ഒരു പുള്ളിയുടെ എനർജി Of course. Oh yeah, of course, definitely he did well. And then he's like not giving a clue. അപ്പോഴത്തേക്ക് കഴിഞ്ഞു, എന്റെ എനർജി ഫുൾ കഴിഞ്ഞു, അത്രയും നേരം ഞാൻ സമ്പാദിച്ചു വെച്ചിരുന്ന എന്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. And then he's like, contestant number 6 എന്ന് പറഞ്ഞതും എന്റെ കാലിന്റെ താഴോട്ടൊക്കെ സ്റ്റക്കായി, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. എന്നെ തന്നെയാണോ, വാട്ട് am I dreaming? കാരണം 2 മണി ആയല്ലോ, ഓൾറെഡി ഉറക്കിപ്പിച്ചിട്ടാണ് തേർഡ് റൗണ്ട് ഒക്കെ വന്ന് നമ്മൾ ചെയ്തത്. And I couldn't believe my eyes. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നെ തന്നെയാണോ വിളിച്ചത്, ഞാൻ കണ്ടസ്റ്റന്റ് നമ്പർ 6 തന്നെയല്ലേ എന്ന് ആ ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ ഞാൻ കുറച്ച് ടൈം എടുത്തു ഓണസ്റ്റ്ലി. പിന്നെ നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ പുക പോയി, എന്റെ ചെവിയൊക്കെ ഇങ്ങനെ ചൂടാവുന്നു. I'm like dragging myself, and the next thing I know, ഞാൻ വീഴാണ്. എന്റെ അടുത്ത് നിൽക്കുന്നത് റിയാണ്. അപ്പൊ അതിലുമേത്ത് എനിക്കൊന്ന് വീഴണം, എനിക്ക് ആ എനർജി തിരിച്ച് കിട്ടണം എന്നാണ്. എനിക്കിപ്പോഴും ആലോചിക്കുമ്പോ I just don't know what happened on the stage, honestly. എനിക്ക് അറിയത്തില്ല എന്താണ് അവിടെ നടന്നതെന്ന്, എനിക്ക് തിരിച്ച് പറയാൻ എനിക്ക് അറിയില്ല. But I'm very grateful. I'm so ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ് ആണ് ആ വീഡിയോ ഇപ്പൊ കാണുമ്പോ. ഇങ്ങനെ ബോൾഡായിട്ട് വന്ന് ക്രൗൺ ഒക്കെ മേടിക്കണം എന്നുണ്ട്. ബട്ട് ഞാൻ പച്ചക്കായിരുന്നു, I was raw over there. It was like my emotions just came out there and I couldn't help it. So നമ്മള് എപ്പോഴും നമ്മുടെ ഇമോഷൻസ് നന്നായിട്ട് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ആരെയും ഒരു മടുപ്പും കൂടാതെ കാണിക്കാൻ പറ്റും. അതാണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിന് ഏറ്റവും പ്ലസ് ആയിട്ടുള്ള കാര്യം. ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സങ്കടമാണെങ്കിൽ സങ്കടം, ഇതൊക്കെ വളരെ സ്പെഷ്യൽ കാര്യങ്ങളാണ്. ഞാൻ അതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ നിന്ന് മാറിയിട്ട് അനുവിനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ, അനുവിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും ഇതിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടി പാജന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആഗ്രഹത്തിലുള്ള ആളുകളുണ്ട്, അനുവിൻ്റെ മെസ്സേജ്. I'm trying to be the best version of myself. I was not like this. For me, what I have understood is that പല സന്ദർഭങ്ങളിലും എനിക്ക് പറയേണ്ടത് sometimes I'm not able to communicate it well. So many things goes in my head. അപ്പം ഈ ഒരു പേജിൽ വന്നപ്പം that was one of the things I thought as challenging for me. Because on the spot, നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് how are you able to put it the right thing that goes through your mind. I was thinking, okay, that would be a good platform. When I actually joined for this page, I joined this class of Set the Stage in Shweta. She's based in India. Yes. Because I don't know how it comes along. She's done a lot of pages. I don't know. Manickath Events in participate with I don't know, through algorithm I got her page on one of my feed, and I was like, who is this person? What do I think about this page? I think this is one of the best platform to showcase your talent, to showcase if you have got a creative side, definitely. And I think you get a lot more opportunities as well, and you get to meet a lot of creative people out there. എനിക്ക് തോന്നുന്നു അനുവിന്റെ അവലിനെക്കാട്ടിലും ഹിറ്റായത് റോസ്റ്റീനയുടെ ചോറ് ഉണക്കമീൻ ചമ്മന്തി. എന്റെ അമ്മോ, നമ്മൾ ഓൾറെഡി വിശന്നിരിക്കുക, അപ്പോഴാണ് അവള് നല്ല ഡിസ്ക്രൈബ് ചെയ്തിട്ട്. Totally unexpected at a listener. I think, if I have to be honest, almost I'm a divorcee. I have a son who is 13 years old. My ex has got recently married as well, happily living now. And I'm and a fiancé. Yeah, so he's the first person I called to. I think that 2 weeks might be important for the show, because I got confused what should I do, whether I should do the show and all those things. He's very supportive. I'm not revealing his name now, but Kunyu Klutharam, he's from New Zealand, and he has got 2 lovely girls. And yes, I'm looking forward to it will happen
this year end mostly? And I didn't expect this question. Now the whole world is knowing. Congratulations. നമുക്ക് രണ്ട് And this is for you, person from New Zealand. നമുക്ക് രണ്ട് ലിറ്റിൽ മലയാളി മങ്ക. Or Malayali newsletter. Or Shriman. Oh yeah, that's a good thing. Yeah, Kamal, I think you should. I think you have. You're starting in Switzerland, right? Yeah. And you're studying in Ireland. So ഈ വർഷം നമ്മൾ 3 ഇതുപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് അയർലൻഡിലുണ്ട്. Breaking news. അതുപോലെ യൂറോപ്പില് നമ്മൾ ലൊക്കേഷൻ ഫൈനലൈസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എനിക്ക് ഈ കോമ്പറ്റീഷൻ എപ്പോഴെങ്കിലും ഈ ക്വിറ്റ് ചെയ്യണം തോന്നി ഉണ്ട്. യെസ് കാരണം ഷോയുടെ ഭാരവാഹികളോ കാരണമല്ല, എൻ്റെ സിറ്റുവേഷൻസ് കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് വന്നതാണ്. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പിള്ളേരും ഫാമിലി ലൈഫായിട്ടിരിക്കുമ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഉള്ളതുപോലെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. നമുക്കെല്ലാം കൂടെ മാനേജ് ചെയ്തു പോയാൽ നമ്മൾ എല്ലാത്തിലും പെർഫെക്റ്റ് ആകുമല്ലോ. നമ്മളെല്ലാവരും ഇംപെർഫെക്റ്റ്ലി പെർഫെക്റ്റ് ആണല്ലോ. അപ്പോൾ എല്ലാത്തിലും വെച്ച് നമുക്ക് ഒരു സമയം കണ്ടെത്തി ഷോയുടെ കാര്യങ്ങളും ട്രെയിനിങ്ങും ഗ്രൂമിങ്ങിന് വരാനാണെങ്കിലും, കാരണം ഞങ്ങൾ ലണ്ടനിലാണ്, അപ്പോൾ എല്ലാത്തിനും ഔട്ടറിൽ വരണം. അപ്പോൾ ട്രെയിൻ പിടിച്ച് വരിക അതൊരു ചടങ്ങാണ്. കോമ്പറ്റീഷൻ ഭയങ്കര ഒരു ഇപ്പം ഞങ്ങൾക്കായാലും ഇപ്പോൾ ഇവന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഇതുപോലെ ട്രെയിനിങ് സെഷൻസ് അങ്ങനത്തെ കാര്യം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ശില്പ ചോദിച്ചു പോലെ. പക്ഷേ ഇത് ഒരുപാട് പ്രാവശ്യം വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം ഒരു കൺസേൺ ആണ്. പിന്നെ ഓൺലൈനിൽ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി. പിന്നെ എനിക്ക് തോന്നുന്നു ആ ജസ്റ്റ് ഡേ ബിഫോർ തലേന്ന് ഗ്രൂമിങ്ങിന് എനിക്ക് തോന്നുന്നു ഈവനിങ് 3 ആണെന്ന് തോന്നുന്നു, 2 or 3 ആകുമ്പോൾ എല്ലാവരും വരണമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എപ്പോഴും ട്രെയിനിൽ സ്റ്റക്കാണ്. ഞങ്ങൾ 11 o'clock കയറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവസാനം നിങ്ങളെ മാത്രം ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് സ്നേഹത്തോടുള്ള എനിക്കത് ഫീൽ നിങ്ങളത് മിസ് ചെയ്ത് പോകാണല്ലോ. പ്രാക്ടീസ് സെഷൻ ഓൺഗോയിങ് ആണ് നിങ്ങളവിടെ. അതെനിക്ക് ശരിക്കും മനസ്സിലായി. കാരണം ഒരു ഷോ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആ ദിവസം അവരുടെ പെർഫെക്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഡേ ഉള്ളൂ റിഹേഴ്സലിന്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ ഒരു സ്റ്റേജ് നമുക്ക് റിഹേഴ്സലിന് ആ ഒരു സമയത്ത് കിട്ടുന്നുള്ളൂ. അവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സ്റ്റേജിൽ നെക്സ്റ്റ് ഡേ എന്താ പെർഫോം ചെയ്യുന്നത്, നമ്മൾ ട്രയലൊന്നും ചെയ്ത് നോക്കാതെ എങ്ങനെയാണ് ട്രയൽ ആൻഡ് എറർ പോലും ഒരു അവസരം കിട്ടുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവസാനം കമലിന് മെസ്സേജ് അയച്ചു. സോ ഇത് ജസ്റ്റ് ഫിൽറ്റേർഡ് അല്ലാണ്ട് ഞാൻ ഒരുപാട് ഇവന്റിന്റെ തലവെക്കുന്ന പ്രഷറാണ് ഭയങ്കര. ശീഘ ഭക്ഷണം കഴിയുമ്പോഴേക്കും പറയാ മിനിമം 6 മണിക്കൂർ. അതെ, ട്രെയിൻ ഒന്ന് 6 മണിക്കൂർ. എനിക്ക് എന്ത് പറയണോന്നറിയില്ല. ജസ്റ്റ് മിനിമം 6 മണിക്കൂർ. അപ്പൊ ഒരു കാര്യം എനിക്കിപ്പോഴും ഞാൻ അവസാനം കരയാനും പറ്റില്ല, ചുറ്റിനും ആൾക്കാരിരിക്കുക. ഞാൻ സങ്കടപ്പെട്ടിരുന്ന കമൽദാസിന് മെസ്സേജിൽ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ഇത് എനിക്ക് സൂട്ടബിൾ ആയിട്ട് വരുന്നുണ്ട്, ഐ ഡോണ്ട് തിങ്ക് ഐ ഷുഡ് ക്വിറ്റ്. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു. എല്ലാം സിറ്റുവേഷൻസ്, പിള്ളേർ കരയുന്നു, ട്രെയിനിൽ പെട്ടുപോകുന്നു ഇമോഷണലി. കാരണം ഒരു ഇവൻറ്റിന് പോവുകയാണ്, നമ്മുടെ ഒരു ബിഗ് ഡേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു ദിവസം പോവുകയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് നമ്മൾ അത്രയും ഹാപ്പി ആയിരുന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ അത്രയും പ്രസൻറ്റബിളായിട്ട് കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ ആ ഡേ ബിഫോർ എല്ലാം സ്ട്രഗിളാണ്. എല്ലാം ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഡോണ്ട് ഡൂ ദാറ്റ്, ഇറ്റ്സ് ലൈക്ക് യു ഡിഡ് എ റോങ് ഡിസിഷൻ. എല്ലാവരും ചുറ്റിനും പറയുന്നത് എന്തിനാ അങ്ങനൊരു ടോക്ക്, എന്തിനാണ്. സോ ഇൻ മൈൻഡ് I was like, I feel like the situations are prompting me to quit, but I don't want to quit. I just want to prove myself. I just don't want to be a shadowed out. I just want to show them that there is a person living in this world and there is a person you can be inspired. കാരണം നമുക്ക് മറ്റൊരാളെ കണ്ട് ഇൻസ്പയർഡ് ആകാം. പക്ഷെ നമ്മൾ മറ്റൊരാൾക്ക് ഇൻസ്പയറിങ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ എന്തെങ്കിലും ചെയ്യണം. സോ ഈ ഷോ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്, നീ തന്നെ ആയിരുന്നു അത്, ഇങ്ങനെയൊക്കെ ചെയ്യുമോ. സോ അതിന് പുറകിൽ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളും ഉണ്ട്. സോ എല്ലാത്തിനും താങ്ക്സ് പറയേണ്ടത് കവലിനോടാണ്. കാരണം ഇങ്ങനൊരു ഷോയിൽ ഞാൻ വന്നോണ്ടാണ് എന്നെ അത്രയും പേര് അറിയുന്നത്.
നമ്മൾക്ക് ഒരു ഇതെൻ്റെ ഒരു ബിസിനസ് കൂടിയാണ്, നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ട്. സെയിം ടൈം നമ്മൾ ഒരുക്കി കൊടുക്കുന്ന വേദി, ആ വേദി തീർച്ചയായിട്ടും അത് ഇനിയും വരുന്ന ആളുകൾക്കും ഇൻസ്പയറിംഗ് ആയിരിക്കണം. എന്തിനൊരു ബ്യൂട്ടി പേജറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ് എപ്പോഴും പലപ്പോഴും. പക്ഷെ പേഴ്സണലി ഞങ്ങൾക്ക് പലർക്കും ഞാനിത് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശില്പയ്ക്ക് അതിൻ്റെ ആൻസർ നന്നായിട്ട് അറിയാതിരിക്കാൻ ശില്പയിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. ശില്പ ആളുകൾ അപ്രോച്ച് ചെയ്യണ പുതിയ ഇവൻസിന് പുതിയ കാര്യങ്ങളൊക്കെ, കാരണം ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഇവർ കുറേ നാളായിട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ എഫോർട്ട് അവർ അതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പേജിലും ഞാൻ ഓക്കെ ഇല്ല ഗീവപ്പ് അല്ല, ഇവർ സംബന്ധിച്ചോളം ഇവര് ഒരു 4 times 5 times more എനർജി ഇട്ടിട്ടാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഉണ്ടാക്കിയ ഒരു ചേഞ്ചസിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവിക്കാതെ ഞങ്ങൾക്ക് ഒരുപാട് ഉപദ്രവിക്കാതെ, പ്രത്യേകിച്ച് ടൈം കുറച്ച് ഡിലേക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു വേദി നമ്മൾ ഒരുക്കുമ്പോൾ ഇൻ ബിറ്റ്വീൻ അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ്സ് പല കാര്യങ്ങളും കയറിയൊക്കെ വരാം. പക്ഷെ എന്നാൽ പോലും ആ ഒരു പ്രോഗ്രാമിൻ്റെ ഓവറോൾ ഡയമെൻഷൻസിൽ ഒരു കാര്യം നിർത്താതെയൊക്കെ നമുക്ക് ചെയ്യാൻ നോക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അത് മനസ്സിൽ വെച്ചിട്ട് പിന്നെ സജഷൻസ് ഇനിയും മാനിക്കത്ത് ഇവൻസിൽ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. Like എല്ലാം കാറ്റഗറിയിൽ വന്ന ആൾക്കാർ യു ക്യാൻ സീ ഓൾ they have put equal effort. We can't എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് ഇൻഡസ്ട്രി സോറി നമ്മളുടെ ശ്രീമാൻ കാറ്റഗറി പക്ഷെ നിങ്ങൾ തോപ്പിച്ചത്. Oh yes, definitely. nice. Our character round and all. Yeah. I think they did really well. Because നമ്മൾ normally കാണുന്ന like a female oriented recreation round on the page, but the fact that this is the first Malayali Sriman season, and that the effort these boys put in, Amazing, yes. അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രൂപ്പ്, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതി. അവർ നമ്മളുടെ സാസി ബോണ്ടില് അവരുടെ സെക്കൻഡ് റൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. That's nice. Nice. Yeah, for me, what I felt is overall the quality was really good. But like I said, because I think coming out of the time was a constraint, because of course there were lots of categories. And I think when it comes to creativity, I can Manickath എന്ന് പറയുമ്പോൾ ഒരു creativity flair ഉണ്ട് എപ്പോഴും. So I think keeping that, I always feel when I see your programs and seasons, first season, second season, Sassy Bond, you always bring that creativity into it. Keeping that as your USP, but I think maybe if we are trying to include more become Sriman, Miss, maybe I don't know, in terms of the round can be ഒന്നോ രണ്ടോ അങ്ങനെ rather than അല്ല അതിലൊന്നും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. നമ്മൾ അഡീഷണലി നമ്മൾ ഈ തവണ നമ്മൾ കുറച്ച് അസോസിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ട്രസ്റ്റിന് ഭയങ്കര ചലഞ്ചിങ് ഫലമാണ്. അവരൊരു 100 പേരെ കൊണ്ടുവരാൻ പറ്റുന്നത് പോലും എനിക്കറിയില്ല. 1180 പേര് വന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷം. റോമിയോ ഇപ്പോ സാസി ബോണ്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അടുത്ത കാര്യങ്ങളിലേക്ക് ഫ്യൂച്ചറിലേക്ക് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഗോൾ കാര്യങ്ങളൊക്കെ? സോ ഞാൻ ഓൾറെഡി കമലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഈ ഇഷ്യൂ വരുന്നത് ലൊക്കേഷനാണ്. എല്ലാ പ്രോഗ്രാമും എനിക്കറിയാം ലണ്ടനിലെല്ലാം എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മൾ പ്രൈസിങ്ങും കാര്യങ്ങളും നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു സാസി ബോണ്ട് മാത്രമല്ല നല്ല പേജന്റ് ഷോസ്. സപ്പോർട്ട് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് സപ്പോർട്ടീവാണ്. ഞാനൊരു അച്ചീവ്മെന്റ് എടുക്കുമ്പോൾ ഫ്യൂച്ചറിൽ അവൻ ഭയങ്കര പ്രൗഡായിട്ട് എല്ലാവരോടും പറയും. സോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. സോ എനിക്ക് ഇനി ഷോസ് ചെയ്യാൻ പറ്റണം എന്നാണ്, സമയം സാഹചര്യം എല്ലാം കിട്ടിയാൽ. സോ അതാണ് ഞാൻ ലുക്കിംഗ് ഫോർവേഡ്. പേജന്റ് ഷോസ് ആയിട്ടും മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ ഇഫ് എവറിത്തിങ് സൂട്ടബിൾ ആയിട്ട് വന്നാൽ ദൈവം സഹായിച്ച കൂടുതൽ ഷോസ് ചെയ്യും. ദൈവത്തിന്റെ സഹായം ഭയങ്കര ഇമ്പോർട്ടൻ്റ്.
കഴിഞ്ഞ ദിവസം മറ്റേ ബാബു നമ്പൂരി മറ്റേ ബാബുസ്വാമി. ബാബുസ്വാമി സൂപ്പർ നല്ല രസമായിട്ട് ചെയ്തു. Reels. ആക്ടിങ് താല്പര്യമുണ്ടോ? നമ്മുടെ ആൽബം ഷൂട്ടൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് വെബ് സീരീസോ മൂവിയോ അങ്ങനെ താല്പര്യങ്ങളൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു ഇൻഡസ്ട്രി ആണ് അത്, ആക്ടിങ്. ഞാൻ ചെയ്യുമായിരുന്നു സ്കൂളിലെ ഡ്രാമാസ് ആൻഡ് അങ്ങനത്തെ ഡ്രാമ കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എൻ്റെ ഫാമിലി ഭയങ്കര അഗൻസ്റ്റ് ആയിരുന്നു. എൻ്റെ അമ്മയ്ക്ക് അതൊന്നും ഭയങ്കര ഇഷ്ടമൊന്നും അല്ല. ഓണസ്റ്റ്ലി ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ബിക്കോസ് ഓഫ് ഹസ്ബൻഡ് സപ്പോർട്ട്. എൻ്റെ മെയിൻ ലക്ഷ്യം ഇസ് ഡെഫിനറ്റ്ലി ഭയങ്കര സപ്പോർട്ടീവാണ് അല്ലേ? യെസ് പ്രത്യേകിച്ച് മോനെ സാസി ഫോണിൽ യെസ് അതെ അതെ ഒരു മിനിറ്റ് യെസ് അതെ അതെ. ഹസ്ബൻഡ് പേര് ജയ് കോവൻട്രി യൂണിവേഴ്സിറ്റിയിൽ. യെസ്, കോവൻട്രി യൂണിവേഴ്സിറ്റിയിലായിരുന്നു. ഇപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. എനിക്ക് ഓർമ്മയുണ്ട് റെയ്മോളാണ് എനിക്ക് അതെ യെസ് അതെ അതെ. സോ യെസ്, എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഷോർട്ട് സീരീസിൽ ചെറിയൊരു റോൾ അഭിനയിച്ചു. അപ്പൊ അതിന്റെ റിലീസിന് വാച്ച് ഔട്ട്. പക്ഷേ യെസ്, എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു എനിക്ക് കഴിവുണ്ടോ എന്നില്ലതിനെക്കാട്ടിലും ഐ തിങ്ക് ഐ ക്യാൻ ലൈക്ക് മോൾഡ് മൈ സെൽഫ് ഇൻ ടു ഡിഫറെന്റ് റോൾസ്. ബട്ട് ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് അതാണ്. Probably something in 2026 hopefully, but yeah, എനിക്കത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. യെസ്. ഡോക്ടർ റിയ ഡൈവോഴ്സായിട്ട് കുറച്ച് നാൾ സിംഗിൾ മദറൊക്കെ ആയിട്ട് ജീവിച്ചു. അതിലും ആ സമയത്തും ഇതുപോലെ നിങ്ങളുടെ പാഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇൻട്രസ്റ്റ് അതിൽ നിങ്ങളായിട്ട് കാര്യങ്ങൾ Actually, pre-divorce, I used to carry on with my passion. My ex was very supportive for that, I have to be honest. Post-divorce ആണ് ഞാൻ കുറച്ചും കൂടെ പാഷൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ആൾക്കാരൊന്നും കൂടെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഐ തിങ്ക് ആൾക്കാർ മീൻസ് അറിയാവുന്നല്ലോ. അപ്പം നോട്ടീസ് എന്ന് വെച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് നല്ല രീതിയിലാണോ ശ്രദ്ധിക്കപ്പെട്ടത്? നല്ല രീതിയിലുമുണ്ട്, not in a good way under. And I think it's not only me. Post-divorce side of females face the problem, and I think it's a good question that you asked me, and I can focus on that a bit. Post-divorce I കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനത്തെ pageant shows അല്ലെങ്കിൽ modeling അല്ലെങ്കിൽ short film or acting ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് when you don't have a male behind it, they face a lot of things. They saying that our divorce I കഴിഞ്ഞിട്ട് she went for that, she went for this. Pre-divorce അവരാ ചിന്തിക്കുന്ന പോലും ഇല്ല. So in my case, pre-divorce also I was very active in social media. I was very active in modeling. I have done pageant shows back in India. എല്ലാം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. Post-divorce, when people said, oh, divorce ആയതിനു ശേഷം she started doing this thing. And I must say, ഞാൻ 2024 Mrs. Kerala I was selected, and I got divorced, and my ex was forcing me, Riya, you should do that. People will start saying, he was so supportive, Riya, you should do that. You should continue doing that. And I didn't do that. I did it 2025 year show. അപ്പോൾ എല്ലാ പോസ്റ്റ് ഡിവോഴ്സ് ആയിട്ടുള്ള ആൾക്കാർ they face a lot of struggle saying that they're not going the right path. And I think those women should think that, don't listen to those people. There are always people to keep you down. Look at me. ഇപ്പോഴും എനിക്ക് വിൻ ചെയ്തപ്പം പോലും first runner-up കിട്ടിയപ്പോൾ പോലും I know there are talks behind. I'm sure that Kamalu created on that. There are talks behind that. Does Riya deserve that? Okay, fine. Does Riya deserve? I even heard things like, because in Kamal the friend I wanted into first runner-up കിട്ടിയത്. If I was married and if I was, I don't think I would have heard such things. But to be honest, it doesn't bother me at all. I will move forward, and എന്റെ സ്വന്തം കാലിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എല്ലാവരും ഒരു ലൈവായിട്ട് കാണുന്ന പെർഫോമൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെന്റ്സ്. അപ്പൊ അതുകൊണ്ടൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു കൺസേൺ ഒന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് കോമ്പറ്റ് ചെയ്തു. ഞാൻ പേഴ്സണൽ ലൈവ് അപ്പൊ എങ്ങനെയായാലും ഈ ഒരു ഫേസിലേക്ക് കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഫോട്ടോസും ഇപ്പൊ നിങ്ങളുടെ മെസ്സേജസും എല്ലാവർക്കും ഒരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യും. So to all the post-divorcee women, come out of your comfort zone and do what you like. അപ്പോൾ എൻ്റെ സീസൺ 2 വിന്നേഴ്സിന് ഒരുപാട് താങ്ക്സ്. ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിലേക്ക് വരട്ടെ. ഞങ്ങൾക്ക് തരാവുന്ന എല്ലാ സപ്പോർട്ടും തരും.
ഒരുപാട് കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു പ്രാർത്ഥിക്കണം, എല്ലാവരും മാണിക്യത്ത് ഇവന്റ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും എൻ്റെ വെൽ വിഷേഴ്സിനും എൻ്റെ ടീമിനും എൻ്റെ സ്പോൺസേഴ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.